ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിലൂടെ ആരാധനക്രമ വത്സരത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. സഭാവത്സരമാകുന്ന പാതയിലൂടെയുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ 1-ാം ഘട്ടമായ വചനിപ്പ് കാലത്തിൽ നമ്മുടെ ബെത്ലഹേമിലേക്കുള്ള യാത്ര ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തോടെ നാം ആരംഭിക്കുകയാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ഇന്ന് നമ്മുടെയും സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നവമായി ജനിക്കാൻ ഇടയാകണം. അതിനായി നമുക്ക് ധ്യാനപൂർവം പ്രാർത്ഥിച്ചൊരുങ്ങാം, സകലരെയും സമർപ്പിക്കാം. ആദ്യ മാതാപിതാക്കളെപ്പോലെ പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറാനും സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ച് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനും ശ്രമിക്കാതെ അനുതാപത്തോടെ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നും സന്ധ്യയ്ക്കും രാവിലെയും പ്രഭാഷണം കേട്ട് ധ്യാനിക്കുകയും ധ്യാനപൂർവം പ്രാർത്ഥിക്കുകയും ചെയ്ത് നമുക്ക് അനുഗ്രഹീതരാകാം. യോഹന്നാൻ 1:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ 1:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന അനാദിയിലെ ദൈവത്തോടുകൂടെ ആയിരുന്ന ദൈവം തന്നെയായ ഈ ജീവൻ്റെ വചനത്തെയാണ് ഉൽപ്പത്തി 1:3 വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ആദിയിൽ പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ച ദൈവവചനമാകുന്ന വെളിച്ചം. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. പിതാവിൻ്റെ വചനമായ പുത്രനാണ് സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. യോഹന്നാൻ 1:9. ആ വെളിച്ചം താൻ തന്നെയാണെന്ന് യേശു തമ്പുരാൻ തന്നെ പറയുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12, 12:46. പുതിയ ജെറുസലേം നഗരിയുടെ പ്രകാശവും ഈ പുത്രൻ തമ്പുരാൻ തന്നെയാണ്. വെളിപാട് 21:23. യേശുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിനെയാണ് ഇവിടെ വെളിച്ചമെന്ന് പറയുന്നത്. ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുകയും ഇരുളിനെ കീഴടക്കുകയും ചെയ്യുന്നു. ഈ വെളിപാടിൻ്റെ വെളിച്ചം വഴി അറിവും ജ്ഞാനവും സ്വീകരിച്ച് നമുക്കും ഇരുളിൽ പ്രകാശിക്കുന്നവരും ഇരുളിനെ കീഴടക്കുന്നവരുമാകാം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.